ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ചെറുപുഴ ടൗണിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മേലെ ബസാറിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു. ലോക്കൽ സെക്രട്ടറി RK പത്മനാഭൻ, നേതാക്കളായ KS ദിലീഷ്, P കൃഷ്ണൻ, MR രതീഷ്, NV ശശി, രാജേഷ് കൊല്ലാട, P സന്തോഷ്, PP ബാബു എന്നിവരും നേതൃത്വം നൽകി. ബഹുമാന്യയായ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പെരിങ്ങോത്ത് ഒരു താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ പെരിങ്ങോട്ടേക്ക് വന്നിരുന്നു. മട്ടന്നൂര് രാവിലെ 10 മണിക്ക് ഒരു പരിപാടി, 1 മണിക്ക് പെരിങ്ങോത്ത് പരിപാടി, ഇത് കഴിഞ്ഞ് ചുഴലി അപ്പുറത്തേക്കുള്ള പരിപാടി. ഈ പരിപാടി കഴിഞ്ഞ് അവർക്ക് വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ AKG ആശുപത്രിക്ക് സമീപത്ത് വെച്ച് യൂത്ത് കോൺഗ്രസിന്റെയും KSന്റെയും ഗുണ്ടകൾ, തെമ്മാടികൾ, ചെറ്റകൾ ഈ കേരളത്തിന്റെ ബഹുമാന്യയായ ലോകത്തിന് മാതൃകയായിട്ടുള്ള ആരോഗ്യമന്ത്രിയെ വഴിയിൽ തടയുകയാണ്. എന്നാൽ ആ AKG ആശുപത്രിയുടെ അടുത്ത് നിന്ന് നമ്മുടെ പ്രവർത്തകരും പോലീസും ഇടപെട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോ അവിടെ ഗുണ്ടകളെത്തി. ആ ഗുണ്ടകളെത്തി ഒരു മന്ത്രിയെ ആക്രമിക്കുകയാണ്. ഏതു മന്ത്രിയെ? ഇന്ന് ലോകോത്തര രംഗത്ത് ഏറ്റവും നല്ല നിലയിൽ ആരോഗ്യ പരിപാലനം നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയാണ് ആക്രമിക്കുന്നത്. എന്തിനാണ് ആക്രമിക്കുന്നത്? അപ്പോൾ എന്തിനാണ് ആക്രമിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നാട്ടിലാകെ കുഴപ്പം നടത്തുക. ആ നാട്ടിലാകെ കുഴപ്പം നടത്തുമ്പോ ആ കുഴപ്പത്തിന് ഉത്തരവാദികൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒന്ന് വരുത്തി തീർക്കുക. അതിനാവശ്യമായ നിലയിൽ മുന്നൊരുക്കം നടത്തിക്കൊണ്ട്, ഇന്ന് പെട്ടെന്നുണ്ടായതല്ല, മുന്നൊരുക്കം നടത്തിക്കൊണ്ട് നടപ്പിലാക്കിയതാണ് ഈ പരിപാടി. എന്താ VD സതീശൻ ഇപ്പൊ ചാനലുകാരോട് പ്രസംഗിക്കുകയാണ്. കള്ളന്റെ രാജാവ്. കള്ളൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതികരണം അല്ലെങ്കിൽ കള്ളന്റെ ഉത്തരം, അതാണ് VD സതീശൻ. ആ VD സതീശൻ എന്ന് പറഞ്ഞാൽ കള്ളൻ, കള്ളൻ എന്ന് പറഞ്ഞാൽ VD സതീശൻ. അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. ആ കള്ളന്റെ രാജാവാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. കള്ളന്റെ രാജാവ്. ആ കള്ളന്റെ രാജാവ് നേതൃത്വം കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ KSUക്കാർ ആരും മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്ന കണ്ടില്ല. അപ്പോ എന്താ ഈ ചെങ്ങായിയാണോ അങ്ങോട്ടേക്ക് പോകാൻ ഉത്തരവിട്ടത് എന്ന് നമുക്ക് മനസ്സിലാവൂലേ? അപ്പൊ പോവുകയും പടലിക്ക് പഠിക്കുകയും കഴുത്തിന് പരിക്കേൽക്കുകയും ചെയ്തതാണ് സംഭവം. അങ്ങനെ സംഭവം നടക്കി. അപ്പോ എന്നാ കേരളത്തിലാകെ കുഴപ്പം നടക്കുമല്ലോ. അങ്ങനെ കേരളത്തിലാകെ കുഴപ്പം നടത്തിയാൽ എന്താ കാര്യം? കൊള്ളയടിക്കാം, കടകൾ ആക്രമിക്കാം, ആ കടകളിൽ നിന്ന് കൊള്ളയടിക്കാം. ഇതാണല്ലോ നേരത്തെ ഈ കേരളത്തിലുണ്ടായ അനുഭവം. ഈ കണ്ണൂർ ജില്ലയിൽ നമുക്കറിയില്ലേ, 1991, 92 കാലഘട്ടത്തിൽ എന്ത് കാര്യം ഉണ്ടായിട്ടാ കുഴപ്പം നടത്തിയേ? കൊള്ളയടിക്കാൻ, കടകൾ കയറുക, കൊള്ളയടിക്കുക. ബസ്സിൽ നിന്ന് രാത്രി കാലങ്ങളിൽ റോഡിന്റെ മുകളിൽ ഇറങ്ങുമ്പോ ആ റോഡിൽ തടുത്തു നിർത്തി ചോദിക്കുകയാണ്, പൈസ ഉണ്ടോ കയ്യിൽ? ആ പൈസ ഉണ്ടെങ്കിൽ, ഇല്ല എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ കയറി പിടിക്കുകയാണ്. കയറി പിടിച്ചിട്ട് ആക്രമിക്കുകയാണ്. എനിക്ക് അനുഭവമുണ്ട്. എന്റെ അനുഭവത്തിനാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള തമ്മാടിത്തവും കള്ളം കൊള്ളയും നടത്താൻ ആവശ്യമായ ഒരുക്കങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണല്ലോ. ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ജനം ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കോ എന്നാണ് ആലോചിക്കുന്നത്. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. Residential and commercial air condition, refrigerator, washing machine, inverter, water filter, water heater, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത.
വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.